ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം അവസാനം OnePlus 9 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. OnePlus 9 പ്രോയും 9ഉം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു വാച്ചും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഞ്ച് ചെയ്യുന്ന ഫുൾ കണ്ടു. അപ്പം അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതിന്റെ സ്പെസിഫിക്കേഷൻസ് മെയിൻ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സമയങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഇവന്റിൽ അവർ ആദ്യം തന്നെ OnePlus 9 പ്രോയും 9ഉം അതേപോലെ തന്നെ ഈ ഒരു വാച്ചും ലോഞ്ച് ചെയ്തപ്പോൾ അതിന് OnePlus 9 Pro പറയാം, അതായിരിക്കും കുറച്ചും കൂടി ഒരു ഗ്രേറ്റർ ലീപ്പ്. അപ്പോൾ ഈ ഒരു OnePlus 9 സീരീസിൽ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്റെ ഹാസൽബ്ലാഡിന്റെ ഒരു പാർട്ണർഷിപ്പ് ആണ്. ഏറ്റവും കൂടുതൽ OnePlus എടുത്ത് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഹൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഹാസൽബ്ലാഡ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആണ്. കാരണം അതിന്റെ ഗുണം എന്ന് പറയുന്നത് അത്രയും വലിയ മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അതായത് ഹാസൽബ്ലാഡ് ആയിട്ട് കൂടെ ചേർന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളർ വൈബ്രൻസ്, ഏറ്റവും ബെസ്റ്റ് കോൺട്രാസ്റ്റ്, HDR അങ്ങനെയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ റീപ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്ന നല്ല കിടിലൻ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് എടുക്കാന്നുള്ളതാണ് ഈ OnePlus ക്യാമറയുടെ തന്നെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ OnePlus ഒട്ടും പുറകിലോട്ട് പോയിട്ടില്ല. ആദ്യം തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. OnePlus 9 Pro ഡിസ്പ്ലേ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം, കാരണം രണ്ടിനും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ ഈ OnePlus 9 Pro സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. ഈ ഫ്ലൂയിഡ് AMOLED 2.0 എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ടൈപ്പ് ആണ് അവർ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് OnePlus തന്നെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡ് AMOLED കൂടെ അവർ യൂസ് ചെയ്ത LTPO ഡിസ്പ്ലേ ആണ്. അതായത് 1 Hz to 120 Hz വരെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന ഒരു LTPO ഡിസ്പ്ലേ ആണ് അവർ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. 50% ലെസ് ബാറ്ററി ആണ് എടുക്കുക. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി കൺസംഷൻ തന്നെ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഹൈപ്പർ ടച്ച് എന്ന് പറയുന്ന പുതിയ ഫീച്ചർ ഈ ഡിസ്പ്ലേയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് Quad HD+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ HDR10+ കണ്ടന്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1300 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇത് OnePlus 9ലേക്ക് വരുമ്പോൾ 1100 ആയി മാറുകയാണ്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും പിന്നെ സൂപ്പർ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു വീഡിയോയുടെ പ്ലേബാക്കിൽ കുറച്ച് ഒപ്റ്റിമൈസേഷന്റെ കുറവുണ്ട്. കൂടുതൽ നമുക്ക് അത് റെൻഡർ ചെയ്ത് വരുന്ന ഡിസ്പ്ലേ നമുക്ക് അത്ര സുഖകരമായിരിക്കില്ല. അത് എങ്ങനെയാണ് ഒരു ക്രിയേറ്റർ അപ്ലോഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണിത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് ഒപ്റ്റിമൈസ് ആയിട്ടുള്ള പ്ലേബാക്കിന് വേണ്ടിയിട്ടുള്ള ഈ സൂപ്പർ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ OnePlus ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ചിപ്സെറ്റിലേക്ക് വരാണെങ്കിൽ ഇതിലൊന്നും പറയുന്നത് സ്നാപ്ഡ്രാഗൺ ട്രിപ്ലൈറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഓക്സിജൻ വേഴ്സിന്റെ നെക്സ്റ്റ് വേർഷൻ കൂടെ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ലൊരു ഗ്രേറ്റ് പെർഫോമൻസ് തന്നെയാണ് ഒരു അഷ്യൂർ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടർബോ ബൂസ്റ്റ് എന്ന് പറയുന്ന പുതിയ ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് 28% ആപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ അതിനുള്ള റാം സ്പേസ് നിങ്ങൾക്ക് വെർച്വൽ റാം അതേപോലെ തന്നെ റാം കംപ്രഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു റാം അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് സൈറ്റിൽ അവർ നല്ലൊരു മൂവ് തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെമ്മറി വേരിയൻസിന്റെ കാര്യം ഡിസ്ക്ലോസ് ആയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് 8GB 12GB മെമ്മറി വേരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 8GB by 128GB 12GB by 256GB ആണ് ഇതിന് വരുന്ന മെമ്മറി വേരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ തന്നെയാണ്. ക്യാമറയിലാണ് ഏറ്റവും കൂടുതൽ OnePlus ഈ സീരീസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയിലേക്ക് വരാണെങ്കിൽ ക്യാമറയുടെ തന്നെ നമുക്ക് ഒരുപാട് പറയണം. അവർ തന്നെ ഒരുപാടധികം സാമ്പിൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വീഡിയോസിന്റെ ആയാലും ഫോട്ടോസിന്റെ ആയാലും ഒക്കെ. അപ്പൊ അതിന് ക്യാമറയ്ക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് 14 മെഗാപിക്സലിന്റെ കോഡ് ക്യാമറ സെറ്റപ്പ് ആണ്. നിങ്ങൾക്ക് 48 MB മെയിൻ ക്യാമറയും 50 MB അൾട്രാ വൈഡ് ക്യാമറയും അതേപോലെ തന്നെ 2 MB മാക്രോ ക്യാമറയാണ് കിട്ടുന്നത്, ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ 8K 30 FPS 4K 120 FPS നന്നായി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. സൂപ്പർ സ്ലോ മോഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു 4K ഷൂട്ട് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് DOL HDR എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നല്ല ഒരു എക്സാക്ട് ആയിട്ടുള്ള കളർ ഡെപിക്ഷനും കളർ വൈബ്രൻസിയും ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പിക്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല ഫീച്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവരില്. സാമ്പിൾസ് കണ്ടതിൽ എന്റെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് നൈറ്റ് മോഡിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യണം. നിങ്ങൾക്ക് നൈറ്റ് മോഡ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കോൺട്രാസ്റ്റ് കിട്ടുന്നുണ്ട് ഈ നൈറ്റ് പിക്ചേഴ്സും. 12 Pro Maxനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആണ്. കാരണം ആ ഒരു കളർ സാച്ചുറേഷനും HDR കണ്ടന്റും ഒക്കെ കുറച്ചും കൂടെ നന്നായി കിട്ടിയിട്ടുണ്ട്. പിന്നെ HDR കണ്ടന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഫീൽഡ് ഓഫ് ഡെപ്ത് അതേപോലെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. അത്ര നമുക്ക് ഇങ്ങനെ ഹൈലി എടുത്ത് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഒരു ഓക്കെയാണ്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ കളർ വൈബ്രൻസി നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നല്ല ഒരു എക്സാക്ട് ഡീറ്റെയിൽസ് തന്നെ നന്നായിട്ട് തന്നെ ഏതൊരു കണ്ടീഷനിലും നിങ്ങൾക്ക് പതിയുന്നത് നല്ല കോൺട്രാസ്റ്റിൽ തന്നെ. അതേപോലെ തന്നെ ഇതിൽ കിട്ടുന്ന ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. കൂടുതൽ സോഫ്റ്റ്വെയർ മാനിപ്പുലേഷൻ കാര്യങ്ങളൊന്നും ഇല്ല.
പിന്നെ നമുക്ക് ഈ 12 bit പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാകുമ്പോൾ ഒരു കളറിന്റെ കുറച്ചും കൂടി നല്ല സാച്ചുറേഷനും ആ ഒരു ഓട്ടോ എഡിറ്റിംഗ് ആ സോഫ്റ്റ്വെയറിലെ ഓട്ടോ എഡിറ്റിംഗ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിലുള്ള പിക്ചേഴ്സ് ഞാൻ OnePlus നമുക്ക് അഷ്യൂർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കണക്ടിവിറ്റിയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ Wi-Fi 6 അതേപോലെ തന്നെ Bluetooth 5.2 ആണ് കൊടുത്തിരിക്കുന്നത്. NFC സപ്പോർട്ട് ഉണ്ട്, പക്ഷേ റേഡിയോ സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ഉറപ്പില്ല. എനിക്ക് തോന്നുന്നുണ്ടാവില്ലായിരുന്നു, അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിൽ കൂടി ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ OnePlus ഇപ്രാവശ്യം ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ബാറ്ററിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് 65T വാട്ട് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ടി എന്ന് പറയുന്നത് 65 വാട്ടിന്റെ വാട്ട് ചാർജിങ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് 15 മിനിറ്റിൽ 65%, 29 മിനിറ്റ്സിൽ 100% ചാർജ് ചെയ്യാൻ പറ്റും. അത് വളരെ വലിയൊരു ഫീച്ചർ തന്നെയാണ്. കാരണം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് നിങ്ങൾക്ക് 43 മിനിറ്റ്സിൽ തന്നെ 100% ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടും മറ്റ് മോസ്റ്റ് ഓഫ് ദ ഫോൺസ് ഇങ്ങനെയാണ് ഈ വയറോടെ ചാർജ് ചെയ്യുന്നത്. അതിനേക്കാളും ഫാസ്റ്റ് ആണ് ഈ ഒരു ഫോൺ വയർലെസ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ iPhone 12 Pro Maxനെ വരെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വയർലെസ് ചാർജിങ് കേപ്പബിലിറ്റി ഫോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കണം. നമുക്ക് ഒരു കൊല്ലത്തിൽ 500 എക്സ്ട്രാ അവേഴ്സ് ആണ് ഈ ബാറ്ററിയിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് OnePlus അവകാശപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ്ലി തംസപ്പ് ആണ്. ഇതിന്റെ ഒരു വളരെ നല്ലൊരു ഇംപ്രഷൻ കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത് പറയുന്നത് OnePlusന്റെ കൂൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഓവർ ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് 5 layers ഓഫ് കോപ്പർ ആണ് അവർ ഈ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് പുതിയൊരു ഫീച്ചർ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ്സ് മൂവ് ചെയ്ത് കാണാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ സെക്കൻഡ്സ് ആയാലും കൂടെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ LTPO ഡിസ്പ്ലേയുടെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു OnePlus 9 Pro വരുന്ന 3 കളേഴ്സിലാണ്. മോർണിംഗ് മിസ്റ്റ്, പൈൻ ഗ്രീൻ, അതേപോലെ തന്നെ സ്റ്റെല്ലാർ ബ്ലാക്ക് എന്ന് പറയുന്ന 3 കളേഴ്സിലാണ്. അതേസമയം ഈ ഒരു OnePlus 9 വരുന്നതെന്ന് പറയുന്നത് വേറെ 3 കളേഴ്സിലാണ്. വിന്റർ മിസ്റ്റ്, ആസ്ട്രൽ ബ്ലാക്ക്, അതേപോലെ തന്നെ ആർട്ടിക് സ്കൈ എന്ന് പറയുന്ന 3 കളേഴ്സിലാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ പറയുമ്പോൾ ഈ OnePlus 9 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് 49,999 ആണ്. ഈ OnePlus 9ന്റെ പ്രൈസ് ആണ് ഈ 49,999. അതേസമയം ഈ OnePlus 9 Proക്ക് വരുന്നത് പറയുന്നത് 64,999 ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അല്ലെങ്കിൽ പ്രൈസ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ OnePlus 9 നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, എക്സാക്ട്ലി സെയിം ആണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം പറഞ്ഞതിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കാരണം നിങ്ങൾക്ക് ഇതിൽ ഫ്ലെക്സിബിൾ വോലെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങാം. അതേപോലെ തന്നെ ഇതിൽ 1100 നെറ്റ്സിന്റെ ആണ് ബ്രൈറ്റ്നസ്. അതൊരു 200 നെറ്റ്സ് ഓക്കെ, അങ്ങനെ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ OnePlus 9 Pro ഇത്രയും റേറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്, ഒരു 90% സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കും ഒരു പ്രോ വേർഷൻ വേണോ അതോ ഒരു ബേസ് വേരിയന്റ് ആയ 9 വേണമെന്ന്. എന്റെ അഭിപ്രായത്തിൽ 9 ആയിരിക്കും കുറച്ചും കൂടി വർക്ക് ഫ്രം ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 250,000 നല്ലൊരു മികച്ച ഓപ്ഷനാണ്. പിന്നെ റെയിൽമിയുടെ തന്നെയും അതേപോലെ തന്നെ മറ്റ് ഫോൺസ് റെഡ്മിയുടെ തന്നെയായിട്ടുള്ള ഒരുപാട് ഫോൺസ് സ്നാപ്ഡ്രാഗൺ ട്രിപ്ലേറ്റ് ആയിട്ട് 140,000 തന്നെ വരുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതിലൊക്കെ ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഒരു OnePlus ടച്ച് അല്ലെങ്കിൽ ഹാസൽബ്ലാഡിന്റെ ആ ടച്ച് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. ഒരു 2 ഫോൺസിൽ നിങ്ങൾക്ക് ഹാസൽബ്ലാഡിന്റെ ക്യാമറ എല്ലാം സെയിം ആണ്. എക്സാക്ട്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് ഈ OnePlus വാച്ചിലേക്ക് വരാം. ഈ OnePlus വാച്ച് അധികം വലുതായിട്ടൊന്നുമില്ല. OnePlus ഇറക്കുന്നത് പുതിയ സ്മാർട്ട് വാച്ച് ആണ്. അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ളതെന്ന് പറയുന്നത് സ്ലീക്ക് ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ബ്രാൻഡിംഗ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ OnePlus എന്നുള്ള ഒരു ലാർജ് സൈസിൽ. അതേപോലെ തന്നെ 46mm വലിയൊരു വാച്ച് ഫേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 കളറിലാണ് അവൈലബിൾ. നിങ്ങൾക്ക് മൂൺലൈറ്റ് സിൽവറും അതേപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറിലാണ് ഈ OnePlus വാച്ചിന്റെ ക്ലാസിക് വേർഷൻ അവൈലബിൾ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ലിമിറ്റഡ് എഡിഷൻ ആണ്, ഈ കോബാൾട്ട് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് വരുന്നത് പറയുന്നത് കോബാൾട്ട് ഫ്രെയിംസിലാണ്. കോബാൾട്ടിന്റെ തന്നെ ഫ്രെയിംസിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു പ്രീമിയം ഫീലിംഗ് ആണ് നമുക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 326 PPI ആണ് 2 വാച്ചിലും ഉള്ളത്. പിക്സൽ ഡെൻസിറ്റി മാത്രമല്ല IP68 വാട്ടർ റെസിസ്റ്റൻസ് 2 ആഴ്ച വരെയാണ് നിൽക്കുന്ന ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസിക് വേർഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് 16,999 ആണ്. പക്ഷേ എന്നാൽ ഈ ഒരു ലിമിറ്റഡ് എഡിഷന്റെ പ്രൈസ് OnePlus ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. OnePlusന്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അത് വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ OnePlus 9 സീരീസിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, കാരണം നമ്മൾ പലരും ഈ ഇവന്റ് കാണുന്നതിന് മുമ്പ് നമുക്ക് ഓൾമോസ്റ്റ് 90% ഓഫ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് അറിയാം. കാരണം എല്ലാം തന്നെ അവർ ഈ ഒരു OnePlusഉം മറ്റു ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ ലീക്ക് ചെയ്തിട്ട് നമുക്ക് ആകെ വെയിറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. എങ്കിൽ കൂടി വളരെ മികച്ച സ്മാർട്ട് ഫോൺസ് തന്നെയാണ് ഈ ഇവന്റിൽ OnePlus ഇപ്പോഴത്തേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഇംപ്രഷൻസ് ഒക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.